നമുക്കിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കൺസോൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ റൈറ്റ് സൈഡിലെ ഓപ്ഷൻസിൽ നിന്ന് ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഈ ഒരു പേജിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ അവൈലബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ടെംപ്ലേറ്റ്സ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് കൺസോൾ ആപ്പ് എന്ന ഈ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഈ സെർച്ച് ബോക്സിലേക്ക് വന്ന ശേഷം കൺസോൾ എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സിമിലർ ആയിട്ടുള്ള പ്രൊജക്റ്റ് ടെംപ്ലേറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ C# ഉപയോഗിച്ചുകൊണ്ട് ഒരു .NET കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് അത്. ഇനി രണ്ടാമത്തെ ടെംപ്ലേറ്റോ വിഷ്വൽ ബേസിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു .NET കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്. മൂന്നാമത്തേതോ C# ഉപയോഗിച്ചുകൊണ്ട് ഒരു .NET ഫ്രെയിംവർക്ക് കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്. നമുക്കിപ്പോൾ ഒന്നിലധികം പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ബ്ലാങ്ക് സൊല്യൂഷൻ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാങ്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ബ്ലാങ്ക് സൊല്യൂഷൻ എന്ന ഓപ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ബ്ലാങ്ക് സൊല്യൂഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷൻ്റെ പേര് കൊടുക്കാം. സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നിലധികം പ്രൊജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ് എന്ന രീതിയിൽ ഓർത്തിരിക്കുക. നമുക്ക് ഈ സൊല്യൂഷൻ ഒരു പേര് കൊടുക്കാം, ലേൺ C#. ഞാൻ പാസ്കൽ കേസിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പ്രൊജക്റ്റ് സ്റ്റോർ ചെയ്യേണ്ട ലൊക്കേഷൻ മാറ്റണമെങ്കിൽ അതിവിടെ നിന്ന് മാറ്റാവുന്നതാണ്. ഞാൻ ഡിഫോൾട്ട് ലൊക്കേഷൻ തന്നെ ലീവ് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ വിഷ്വൽ സ്റ്റുഡിയോ ഒരു ബ്ലാങ്ക് സൊല്യൂഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന ടാബിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി ഈ സൊല്യൂഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ആഡ് എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ന്യൂ പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട കൺസോൾ ആപ്പ് ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട പ്രൊജക്റ്റിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മൈ കൺസോൾ ആപ്പ് എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കൂടുതലായിട്ടുള്ള പ്രൊജക്റ്റ് കോൺഫിഗറേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതായത് ഏത് .NET വേർഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷൻ അതായത് .NET 10 തന്നെ ഉപയോഗിക്കുകയാണ്. ഇനി മറ്റ് ഓപ്ഷൻസ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ബോധേടാവേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്കിപ്പോൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് ആദ്യത്തെ പ്രൊജക്റ്റായിട്ട് മൈ കൺസോൾ ആപ്പ് എന്ന പ്രൊജക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് റൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു റൺ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. സോ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്ത് ഹലോ വേൾഡ് എന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്.